ഞാൻ ജോലിക്ക് ജോലിക്കാ? പിന്നല്ല നിങ്ങക്ക് രാത്രിയല്ല പണി? മോട്ടിക്കലൊക്കെ നിർത്തിയാടാ ഇപ്പം. മാന്യം വരെ ടൈലിന്റെ പണിക്ക് പോയിട്ട് ജീവിക്കാം. സാറേ ഞാനൊന്നും ചെയ്തില്ല. സത്യം ഞാനൊന്നും ചെയ്യില്ല സാറേ. സത്യം പറ. ഞാൻ മോഷിച്ചില്ല സാറേ. സത്യമായിട്ടില്ല സാറേ. നീ എന്തിനാണ് തേങ്ങ മോഷിക്കുക? ഞാൻ വീട്ടിലെ ആവശ്യത്തിലേക്ക്. വീട്ടിലെ ആവശ്യത്തിന് 500 തേങ്ങ രാത്രി മോഷിക്കും. എന്താണ് സുഗതൻ സാറല്ലേ പോയത്? അങ്ങനെ റിട്ടയർഡായില്ലേ? റിട്ടയർഡാകുന്നത് അങ്ങനെ ഒട്ടം കലിപ്പാണ്. അങ്ങേരാ ആയ കാലത്ത് തന്നെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങേര്. ഏത് കേസിന്? തേങ്ങ മോട്ടിച്ചേന്. ആ ചെറിയ കേസിനാ? ചെറിയ കാശിനെങ്കിലും വലിയ ഇടിയാണ് ഇങ്ങേരെ. അങ്ങേരാ സീനാണല്ലേ? മൊത്തം കലിപ്പാണ്. അങ്ങനെ വെള്ളം പോയി ചാടിക്കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അമ്മേ എന്തിനു ജോലിക്ക് വേണ്ട. അണ്ണ എങ്ങോട്ട് പോകുന്നു? അണ്ണ പോയി അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടല്ലേ പോയത്. വാ ഒരു പൈൻ്റെ അടുത്ത് അടിച്ചിട്ട് വരാം. പറഞ്ഞെങ്കിൽ വാ. അയ്യോ നിങ്ങൾ കേൾക്കണില്ലേ? ഇതൊരു വീടാണോന്ന്? എന്തിനാ നീ കൂടെ എങ്ങനെയാണ് ബഹളം വെക്കണേ? എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവരെന്തിനാ കിടന്ന് ബഹളം വെക്കണേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റൂന്നോ? വായതൊന്ന് പറയണം, ഈ പരിപാടി ഇവിടെ നടക്കില്ലാന്ന്. എന്റെ മോനാണെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പറയണത്? പ്രായമായിട്ടുണ്ടെങ്കിലേ ആ രീതിക്ക് നിക്കണം. ഇത് പണ്ടങ്ങാണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലോ അതിലെന്തൊക്കെയോ മികച്ച നടനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഉള്ളിൽ കിടന്നിട്ടേ. അത് ഉള്ളിൽ കിടന്നിട്ട് പ്രായം പോയി കിടന്ന് തുള്ളുവോ മനുഷ്യര്? എന്റെ അച്ഛനുവേ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്നു, റിട്ടയർഡും ആയി. എന്തെങ്കിലും ശല്യം ഉണ്ടോ ആ മനുഷ്യനെ കൊണ്ട്? എന്താ നീ പറയണായിട്ടൊന്നും ഞാനിപ്പോ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കണാണെന്ന്. ഇത് പെൻഷനായി കഴിയുമ്പോൾ ഇങ്ങനത്തെ മുതുക്ക് കൂത്താട്ടങ്ങൾ കാണിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ?
Jurassic Park is a really dangerous situation. It's me, I want to stand and swing in the streets. Yes. And you must have been just I love you. I love you. So. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല. എനിക്കിതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇത് നിർത്തണം. ഏത് വേണം? എടി, നാണക്കേട് എന്ന് പറയുന്നത് എനിക്കുണ്ട്. ഇപ്പൊ ഓഫീസിൽ ചെല്ലാൻ പറ്റണില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും കളിയാക്കണം. ആ നാണക്കേട് മാറ്റണമെങ്കിലേ ഇത് പറ്റൂലെന്ന് പോയി വാതുറണം കൊണ്ട് പറയും. നിങ്ങള് എന്തിനാ ഇവിടെ ഇരിക്കണത്? മനപ്പൂർവ്വം എന്റെ പണ്ട് നീ ഒന്നും ഒച്ച കുറയ്ക്കാതെ. ഇത് എല്ലാം കൂടെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നു. അത് തന്നെ സ്വസ്ഥതയില്ല. മനപ്പൂർവ്വം ഒച്ച ഉണ്ടാക്കാം. എന്റെ മോൻ പേടിച്ച്, അപ്പൊ ഓഡിയൻസ് പേടിച്ചു. വിജയിച്ചു, പരിപാടി വിജയിച്ചു. കുറച്ച് കഷ്ടമുണ്ട് കേട്ടാച്ചാ. എന്ത് കഷ്ടം? ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പുറത്തുള്ള ആൾക്കാർ കളിയാക്കി ചിരിക്കണാണ്. ഇവിടെ ചുറ്റുപാടുള്ളവർ പെൻഷനായി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ എന്തെങ്കിലും കൃഷിപ്പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക, ഒന്നുമില്ലെങ്കിൽ അമ്പലമോ പള്ളിയൊക്കെ സന്ദർശിച്ചിട്ട് അങ്ങനെ ആത്മീയ പരിപാടിയായിട്ട് പോവും. അത് അവരുടെ താല്പര്യം. എന്റെ താല്പര്യം ഇതാണ്. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ കല എനിക്കത് വേണ്ട രീതിയിലൊന്നും ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ പോറ്റി വളർത്തേണ്ട ആ ഒരു ഇതിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട വന്നു. പെൻഷനൊക്കെ പറ്റി വെറുതെ നേരം പോക്ക്. മണ്ടൂനാണെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖം. മണ്ടൂന് മൈഗ്രൈൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകാൻ പറയടാ. മണ്ടൂന്റെ മൈഗ്രൈൻ അതിന് ഞാൻ എന്ത് വേണം? അങ്ങളെ സുഖങ്ങള് തലവേദന എടുത്തിട്ട് അവള് ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് തലവേദന അവൾക്ക് ഇപ്പോഴല്ലേ ഉള്ളൂ. അവളെ നീ കെട്ടിയോർത്തുന്ന മുതൽ എനിക്ക് തലവേദനയാ. അത് നീ മനസ്സിലാക്കിയാന്ന് തീരുമാനിച്ചിരിക്കുന്നോടത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യം. പെണ്ണ് കെട്ടിയതിനു ശേഷം എന്റെ മന്മഥൻ ആളാകെ മാറിയല്ലോ. ആര് പെണ്ണ് കെട്ടി? അവൾ ഇവനെ കെട്ടിയിരിക്കണത്. അത് മണ്ടോദരി അല്ല, മണ്ടോദരനാണത്. ഇത് മന്മതി. മതി നീ കുട്ടികൾ പറയണതിനും കാര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വേണ്ടടാ, നീ എൻ്റെ കൂടെ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാലോ. നിനക്ക് എന്താ സുഖത? എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഒരു കല പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോവാന്ന് വേണ്ട. എൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഈ പരിപാടി അവിടെ അവതരിപ്പിക്കണ്ടേ? പിന്നെ ഇത് പോട്ടെ, നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് റീൽസ് ചെയ്യണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറലായി കഴിഞ്ഞാൽ ഏത് മത്സര വേദിയിൽ ചെന്നാലും നമുക്ക് വരാം. ചൊല്ലുന്നതല്ലിവൻ കച്ചുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണ്. ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാനൻ കടലാണ്. നീന്തിക്കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണ്. ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു ചെഞ്ചൊടിമാരൻ. ഗുണ്ടൈമൊരു സരിയുണ്ട്, കാതിലു കടുക്കലും വേറുണ്ട്. അതപിന് മുൾക്കൊരു ലേസുണ്ട്, കളിയാണ് കച്ചില് വേറുണ്ട്. മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയില് ചേല് പൊതിയുണ്ട്. അരിമുല്ല കണക്കിന് കഥയുണ്ട്, കഥയാണ് പറയാനേറുണ്ട്. അണ്ണാ 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 സുഖദർശി പേടിക്കണ്ട, ഫോണിന് വാ. സുഖദർശി നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനെ സീനാണെന്നൊക്കെ? അങ്ങനെ ആർക്ക് സീനാണ്? നോക്ക് അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു. A lot of go. Remember when you wanted this naivety was all you own. A stoner got in you, but you were like, man, what you own? Now you're like, talk about the drugs I gave your dad a dose. Baby destroying his women left, right, and center. Maybe this time to be fighting curtains or it just winter. Babies without names, father or family roots. Harder it gets for them, average is set for them high. You keep walking back as I cover you. Had to come back from behind and say ഓരോ കലാകാരന്മാരായിരുന്നല്ലേ? എന്റെ കുറെ വർഷം പോയടാ. എങ്ങനെ ഇങ്ങനെ പേടിച്ച് പ്രാന്തിന്റെ ഡോക്ടറെ പോയി കണ്ടു. പിന്നെ from all the mess like you know nothing does bother you. Where did you get all that color and the Nike who powered you? Products all around but poverty and real. Tap it even till make it look like monetary deals. Daffodils the killer used to get to put him in the face. You murderer seems like you lost the people who you could have called a furtherer. Now you go door to door.
ചെഞ്ചൊടിമാരൻ. കരുത്തമ്മ, സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കെട്ടാൻ കഴിഞ്ഞില്ല, കെട്ടിയ പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും കഴിഞ്ഞില്ല. ഇന്നെല്ലാം മറന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരില്ലേ കരുത്തമ്മ? നീ വന്നില്ലെങ്കിൽ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി ഞാൻ മരിക്കും. ശല്യമല്ല ഇത് അച്ഛാ. ആരാടാ പറ്റിയത്? ആരാടത്? സുലൈമാനോ? വെക്കനാ വെടി, വെക്കാനാ പറഞ്ഞത്. അച്ഛാ, വെടി വെക്കാൻ അറിയാത്ത നീയൊക്കെ ആണാണോടാ? ആ, വെടിവെക്കാനാ? എന്താടാ? എങ്ങനെയുണ്ട് മധു, അതെ, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ മാന്യമായിട്ട് ജീവിക്കണ്ടേ? ഇത് ജീവിച്ചോ? എന്ത് വേഷം കെട്ടാണ് അച്ഛനീ കാണിക്കണത്? എന്തെങ്കിലും വേഷം ഇത് ഞാൻ എന്നല്ലേ ഈ സൗണ്ടും ബഹളവും ഒക്കെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ നല്ല വയറിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എന്റെ അച്ഛൻ ഞങ്ങളും മാന്യമായിട്ട് സാമൂഹികമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ആളുകൾ കളിയാക്കിയിട്ട്. എടാ, ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണതിന് എന്താ തെറ്റ്? അതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ല അച്ഛാ. ഈ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുമ്പോഴാണ് മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കണത്. ഇപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞാൽ കളിയാക്കി ചിരിക്കണേന്നറിയാമോ? നിങ്ങൾ അന്തസ്സുള്ള ഒരു SI ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ്. ഇത് കാണിക്കാൻ നടക്കലല്ല നിങ്ങളുടെ പണി. റിട്ടയർഡ് ആയ അടങ്ങി ഒതുങ്ങി മക്കൾക്കും കുടുംബത്തിനും ശല്യം ഇല്ലാതെ എവിടെയെങ്കിലും ശിഷ്ടകാലം ഒതുങ്ങി കഴിയുക, അല്ലാതെ ഫേമസ് ആകാൻ നടക്കുകയല്ല വേണ്ടത്. എടാ, SI ആയിരിക്കുമ്പോ മനസ്സിൽ വെറുപ്പാണെങ്കിലും പുറത്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ പലരും ഇങ്ങനെ ബഹുമാനിച്ചൊക്കെ നടന്നിരുന്നു. ഇപ്പൊ ഓരോരുത്തർ എന്നെ കാണുമ്പോൾ ചിരിച്ചിന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് എന്തായാലും ഒരു സന്തോഷം എന്നറിയോ? അച്ഛന്റെ സന്തോഷം എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അച്ഛൻ സന്തോഷിക്കണം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഇനി മേലിൽ ഈ വക പരിപാടിക്ക് നിന്നാ ഏതെങ്കിലും റൂമിലിട്ട് പൂട്ടിയിട്ട് താക്കോലായിട്ട് ഞാൻ പോവും. പറഞ്ഞേക്കാം. മിമിക്രി കളിക്കാൻ ഇറങ്ങിയേക്കാം. അടുത്തു ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി വീണ്ടും ഒരു പാഴ്ജന്മം? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അച്ഛ ഡബിള് മുണ്ട് ഞാൻ കുത്തിക്കേറ്റും. ഞാൻ അണ്ണാക്കില്ല. ഞാൻ പോവും. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.